ഹലോ. 2025 ജനറൽ ഇലക്ഷൻ അഥവാ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഫോം N13 അഥവാ പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി. ഫോം N13 അഥവാ പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി എന്താണ്, അതിൻ്റെ മാതൃക, എങ്ങനെയാണത് ഫിൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫോമിൻ്റെ പേര് ഫോം N13 എന്നാണ്. എലക്ഷൻ ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ മേഖലയിലേക്കാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. പഞ്ചായത്തിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ, പഞ്ചായത്ത് പരിധിയിലാണ് എങ്കിൽ അവിടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 3 വോട്ടുകളാണ് അവിടെ ഉണ്ടാവുക. നേരെ മറിച്ച് മുനിസിപ്പാലിറ്റി മേഖലയിലാണെങ്കിൽ 1 വോട്ടാണ് ഉണ്ടാവുക. ഏതായാലും പ്രിസൈഡിംഗ് ഓഫീസർമാർ തയ്യാറാക്കേണ്ട ഫോം N13 പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി, അതിൽ താഴെ കാണുന്ന ഓരോ ഭാഗങ്ങളും കൃത്യമായി പൂരിപ്പിക്കാൻ PROമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നെയിം ഓഫ് LSGI, അവിടെ LSGIയുടെ പേര് ഏതാണെന്ന് കൊടുക്കണം. ഏത് പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഏത് പഞ്ചായത്താണെന്നും, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേര്, ഡിസ്ട്രിക്ട് പഞ്ചായത്താണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പേര്, കോർപ്പറേഷൻ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പേരും. അതിൻ്റെ തൊട്ട് താഴെ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, ആ പഞ്ചായത്തിൻ്റെ കീഴിൽ, പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വാർഡ്, അതിൻ്റെ നമ്പർ എത്രയാണെന്ന്, ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ അതിൻ്റെ നമ്പർ, ജില്ലാ പഞ്ചായത്താണെങ്കിൽ അതിൻ്റെ നമ്പർ. തൊട്ട് താഴെ നെയിം ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി, ആ വാർഡിൻ്റെ അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ ആ ജില്ലാ പഞ്ചായത്ത് നിൽക്കുന്ന ഡിവിഷൻ്റെ പേര് എന്താണെന്നും അവിടെ കൃത്യമായി രേഖപ്പെടുത്തണം. പഞ്ചായത്താണെങ്കിൽ വാർഡിൻ്റെ പേര് കൃത്യമായി അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. രണ്ടാമത്തത് പോളിംഗ് സ്റ്റേഷൻ നമ്പർ, നമ്മൾ ജോലി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറും അതിൻ്റെ പേരുമാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് ഓഫ് പോൾ കേരളത്തിലായതുകൊണ്ട് നമുക്കറിയാം 9-ാം തീയതിയും അതോടൊപ്പം തന്നെ 11-ാം തീയതിയുമാണ്. ഡിസംബർ 9, 11 തീയതികളിലാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. 4-ാമത്തെ ഐറ്റം, വെദർ എനി പോളിംഗ് ഓഫീസേഴ്സ് റിക്രൂട്ടഡ് ലോക്കലി ബൈ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർമാർ അവിടെ പ്രാദേശികമായിട്ട് ഏതെങ്കിലും പോളിംഗ് ഓഫീസർമാർ അഡീഷണലായിട്ട് ഡ്യൂട്ടിക്ക് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസാണ് അവിടെ താഴെ എഴുതേണ്ടത്, AB കോളത്തിലായിട്ട് എഴുതേണ്ടത്. അടുത്തത് 5-ാമത്തത് EVM അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത്, പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസാണ് എഴുതേണ്ടത്. പ്രധാനമായിട്ടും 2 ഭാഗമാണ് നമുക്കവിടെ കാണുക. ഒന്ന് കൺട്രോൾ യൂണിറ്റും മറ്റൊന്ന് ബാലറ്റ് യൂണിറ്റും. പഞ്ചായത്ത് തലത്തിലേക്കാണ് മത്സരം നടക്കുന്നത് എങ്കിൽ അവിടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും 3 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, 1 കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ബാലറ്റ് യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. പഞ്ചായത്ത് തലത്തിലേക്കായതുകൊണ്ട് ഗ്രാമ, ബ്ലോക്ക്, ജില്ല ഓരോന്നും വേറെ വേറെ തന്നെ സെപ്പറേറ്റ് നമ്മളതിൻ്റെ ബാലറ്റ് യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തത് C പാർട്ട്, ഗ്രീൻ പേപ്പർ സീൽ, അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് സീൽ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മറ്റ് രണ്ട് സീലുകളാണ്, പേപ്പർ സീലുകളാണ്. ഒന്ന് ഗ്രീൻ പേപ്പർ സീലും മറ്റൊന്ന് സ്ട്രിപ്പ് സീലും. അതുകൊണ്ട് ഗ്രീൻ പേപ്പർ സീല് എത്രയാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക, അതിൻ്റെ സീരിയൽ നമ്പർ എഴുതുക. ഗ്രീൻ പേപ്പർ സീൽ ഉപയോഗിക്കാതെ ബാക്കി തിരിച്ചു കൊടുക്കേണ്ടത് എത്രയാണെന്നുള്ളത് അവിടെ എഴുതുക. ആ തിരിച്ചു കൊടുക്കുന്ന ബാക്കി വന്ന ബാലൻസ് ആയതിൻ്റെ ഗ്രീൻ പേപ്പർ സീലിൻ്റെ സീരിയൽ നമ്പറും അവിടെ എഴുതുക. അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് സീല്, എത്ര സ്ട്രിപ്പ് സീലുകളാണ് നമ്മൾ ഉപയോഗിച്ചത്, അത് ആ ഉപയോഗിച്ച സ്ട്രിപ്പ് സീലിൻ്റെ സീരിയൽ നമ്പർ എഴുതുക. അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് സീൽ എത്ര എണ്ണമാണ് തിരിച്ചേൽപ്പിക്കുന്നത് അതിൻ്റെ നമ്പറും അവിടെ എഴുതുക. എത്ര എണ്ണമാണ് തിരിച്ചേൽപ്പിക്കുന്നത് അതിൻ്റെ നമ്പറും എഴുതുക. 6-ാമത്തെ ഐറ്റം പോളിംഗ് ഏജൻസാണ്. പോളിംഗ് ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാഡ് അപ്പോയിൻറ്റഡ് പോളിംഗ് ഏജൻറ്റ്സ് അറ്റ് ദി പോളിംഗ് സ്റ്റേഷൻ, എത്ര പോളിംഗ് ഏജൻറ്റിനെയാണ് ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തത് അതിൻ്റെ എണ്ണമാണ് വലതു ഭാഗത്ത് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് അപ്പോയിൻറ്റ്, എത്ര പോളിംഗ് ഏജൻസിനെ അവിടേക്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്ര
ഏജൻറ്റുമാരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ബി പാർട്ടിൽ എഴുതേണ്ടത്. ബി സെക്ഷനിൽ എഴുതേണ്ടത്. സിയിൽ നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് അറ്റൻഡ് മോക്ക് പോൾ സമയത്ത് 6 മണിക്ക് നമുക്ക് മോക്ക് പോൾ ആരംഭിക്കേണ്ടതുണ്ട്. ആയതുകൊണ്ട് മോക്ക് പോൾ സമയത്ത് എത്ര പോളിംഗ് ഏജൻസാണ് അവിടെ സന്നിഹിതരായത് അവരുടെ എണ്ണമാണ് എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് അറ്റ് ദി ക്ലോസ് ഓഫ് വോട്ടെടുപ്പ് കഴിയുന്ന സമയത്ത്, എൻഡ് ഓഫ് പോളിൻ്റെ സമയത്ത് എത്ര ഏജൻറ്റുമാർ അവിടെ ഉണ്ട്, അതിൻ്റെ എണ്ണം അവിടെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 7ാമത്തെ ഐറ്റം ടെൻഡേർഡ് ബാലറ്റ് പേപ്പറാണ്. ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. നമ്പർ ഓഫ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഇഷ്യൂഡ് ഫോർ യൂസിങ് ഇൻ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് എത്ര ടെൻഡേർഡ് ബാലറ്റ് പേപ്പറാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു തന്നത് അതവിടെ രേഖപ്പെടുത്തണം. എണ്ണം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിന് എണ്ണം കൊടുക്കണം, കോർപ്പറേഷൻ ആണെങ്കിൽ അതിന് എണ്ണം കൊടുക്കണം. പിന്നെ നമ്പർ ഓഫ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ യൂസ്ഡ്, എത്ര അതിൽ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിൽ നിന്ന് എത്ര എണ്ണം നിങ്ങൾ ഉപയോഗിച്ചു, ആ ഉപയോഗിച്ചത് 21B രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നേരത്തെ, അതുമായി കൃത്യമായി ഇവിടെ ടാലി ആവേണ്ടതുണ്ട്. അതുപോലെ 8ാമത്തെ നമ്പർ ഓഫ് വോട്ടേഴ്സാണ്. എത്ര വോട്ടുകളാണ് അവിടെ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് അസൈൻ ടു ദ പോളിംഗ് സ്റ്റേഷൻ, പോളിംഗ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് എത്ര വോട്ടർമാരാണ് അവിടെ ഉള്ളത്, അതിൻ്റെ എണ്ണമാണ് നിങ്ങളിവിടെ തെറ്റാതെ രേഖപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് വോട്ടേഴ്സ് വോട്ടഡ് ആസ് പെർ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്, അതായത് ഫോം 21A പ്രകാരം, അതായത് വോട്ടേഴ്സ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് വോട്ടേഴ്സ് രജിസ്റ്ററിൽ എത്ര അംഗങ്ങളുണ്ട്, മെയിൽ എത്ര, ഫീമെയിൽ എത്ര, ട്രാൻസ്ജെൻഡർ എത്ര, ടോട്ടൽ എത്ര, അത് നിങ്ങളവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. വോട്ടേഴ്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ കണക്കാണ് 8ാമത്തതിൽ എഴുതേണ്ടത്. അടുത്തത് 9ാമത്തെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് റെക്കോർഡിന് EVM. ഇനി EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എത്ര എണ്ണമാണ് രേഖപ്പെടുത്തിയത്, ഗ്രാമപഞ്ചായത്തിലേക്ക് എത്ര, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്ര, ജില്ലാ പഞ്ചായത്തിലേക്ക് എത്ര, കൃത്യമായ കണക്കുകൾ അവിടെ തെറ്റാതെ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തത് 10ാമത്തെ ഐറ്റം ചലഞ്ച് വോട്ട്, തർക്കിക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം, ചലഞ്ച് വോട്ടുകളുടെ എണ്ണം, നമ്പർ അലൗഡ് എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണം ചലഞ്ച് ചെയ്ത് അത് റിജക്റ്റ് ചെയ്തു, അതിൻ്റെ ഫീസ് കെട്ടാൻ പറഞ്ഞത് എമൗണ്ട് എത്രയാണ്, അതവിടെ രേഖപ്പെടുത്തുക. 11ാമത്തെ ഐറ്റം നമ്പർ ഓഫ് വോട്ടേഴ്സ് ഹൂ വോട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പാനിയൻ, സഹായിയുടെ കൂടെ എത്ര പേര് വോട്ട് രേഖപ്പെടുത്തി, അതിൻ്റെ എണ്ണം അവിടെ കൊടുക്കണം. 12ാമത്തേത് ഡിക്ലറേഷൻ എബൌട്ട് ഏജുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടെങ്കിൽ അത് അതിവിടെ രേഖപ്പെടുത്തണം. നമ്പർ ഓഫ് വോട്ടേഴ്സ് ഹു റിഫ്യൂസ്ഡ് ടു ഗിവ് സച്ച്, അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താൻ നിരസിച്ച, വിമുഖത കാണിച്ച ആൾക്കാർ എത്രയാണ് അവരുടെ എണ്ണം അവിടെ രേഖപ്പെടുത്തണം. ഐറ്റം നമ്പർ 13 അഡ്ജേൺമെൻറ്റ് ഓഫ് പോൾ എന്ന് പറഞ്ഞാൽ പോൾ മാറ്റിവെക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. അത്തരം ഇഷ്യൂസ് ഇല്ലാതിരിക്കട്ടെ, ഇല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രേഖപ്പെടുത്തണം. 16ാമത്തെ നമ്പർ ഓഫ് സ്ലിപ്പ് ഇഷ്യൂഡ് അറ്റ് 6 PM, 6 മണിക്ക് എത്ര പേർക്ക് ക്യൂവിൽ ആളുകളുണ്ടെങ്കിൽ, 6 മണി 7 to 6 ആണ് നമ്മുടെ വോട്ടിംഗ് ടൈം. എന്നാലും ചില ബൂത്തുകളിലൊക്കെ അവസാന സമയത്ത് തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷം 6 മണിക്ക് നിങ്ങൾ എത്ര പേർക്ക് ടോക്കൺ സ്ലിപ്പുകൾ, ക്യൂവിലുള്ള ആളുകൾക്ക് എത്ര പേർക്ക് സ്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. ടൈം ഓഫ് പോൾ എൻഡഡ്, ഏത് സമയത്താണ് വോട്ടെടുപ്പ് കഴിഞ്ഞത്, ചിലപ്പോൾ 6 മണിക്ക് ശേഷമായിരിക്കും വോട്ടെടുപ്പ് കഴിച്ചിട്ടുണ്ടാവുക, തിരക്ക് കൊണ്ട്. ആയതുകൊണ്ട് ആ സമയം എപ്പോഴാണ് വോട്ടെടുപ്പ് കഴിയുന്നത് ആ സമയം അവിടെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത്. പിന്നെ ശ്രദ്ധിക്കുക, പ്രിസൈഡിംഗ് ഓഫീസർമാർ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് 15ാമത്തെ ഐറ്റം നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ്, എത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത്. ഓരോ സമയത്തും 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയാൽ ഓരോ മണിക്കൂറിന് ശേഷം കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിൽ നേരത്തെ തന്നെ ഒരു വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അവസാനം അത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഈ കോളം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അടുത്തത് 16ാമത്തെ ഐറ്റം നമ്പർ 16 ഇലക്ട്രൽ ഒഫൻസസ് ആണ്. എന്തെങ്കിലും ഒഫൻസുകൾ ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. പോളിംഗ് സ്റ്റേഷൻ്റെ പരിധിയിൽ വെച്ച് വോട്ടർമാരെ ക്യാൻവാസ് ചെയ്യുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നോട്ടീസ് ബോർഡ്, അവിടെ ഉണ്ടായിരുന്ന പല സാധന സാമഗ്രികൾ കേടുവരുത്തുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ വോട്ടർമാരെ കയ്യിലെടുക്കുന്ന മറ്റെന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ വോട്ടേഴ്സിനെ ഭീഷണിപ്പെടുത്തുക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ഇവിടെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ് ഐറ്റം നമ്പർ 16. ഐറ്റം നമ്പർ 17 വെദർ ദ പോൾ ഇൻറ്ററപ്റ്റഡ് ഓർ ഒബ്സ്ട്രക്റ്റഡ് ബൈ എനി ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വോട്ടെടുപ്പ് നിർത്തി
തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ, അടിപിടി കേസുകൾ, വയലൻസുകൾ, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം, നാച്ചുറൽ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അത് കാരണങ്ങൾ കൊണ്ട് വോട്ടെടുപ്പ് നിർത്തിവെക്കുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ മാൽ ഫങ്ഷനിങ് ഓഫ് EVM അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് ഈ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഐറ്റം നമ്പർ 18 രേഖപ്പെടുത്തേണ്ടതാണ്. വെദർ ദ പോൾ വാസ് vitiated by any CUBU used for the polling station have been unlawfully taken out the custody of the presiding officer. അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് പൊതുവെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തുക. വെദർ എനി സീരിയസ് ഐറ്റം നമ്പർ 19 വെദർ എനി സീരിയസ് കംപ്ലയിൻറ്റ്സ് മെയ്ഡ് ബൈ ദി കാൻഡിഡേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അത് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഐറ്റം നമ്പർ 20 നമ്പർ ഓഫ് കേസ് ഓഫ് ബ്രീച്ച് ഓഫ് ലോ ആൻഡ് ഓർഡർ, അതായത് ലോ ആൻഡ് ഓർഡർ പിന്നെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും കേസുകളുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം അവിടെ എഴുതണം. പിന്നെ ഐറ്റം നമ്പർ 21 പുതിയ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ ഒക്കെ മാറ്റേണ്ട ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അതിൻ്റെ ഡിക്ലറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഐറ്റം നമ്പർ 22 റിപ്പോർട്ട് ഓഫ് മിസ്റ്റേക്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് കമ്മിറ്റഡ് ഇഫ് എനി അറ്റ് ദി പോളിംഗ് സ്റ്റേഷൻ. എന്തെങ്കിലും തെറ്റുകളോ പ്രശ്നങ്ങളോ പിന്നെ കൃത്യമായിട്ടല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ പോളിംഗ് സ്റ്റേഷനിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തൊട്ട് താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇത്തരം 22 ഐറ്റം ഉള്ള ഒരു ഫോമാണ് ഫോം N13 എന്ന് പറയുന്ന PRO's ഡയറി അഥവാ പ്രിസൈഡിങ് ഓഫീസർ ഡയറി. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി, തെറ്റാതെ രേഖപ്പെടുത്തി, അതിൻ്റെ തൊട്ട് താഴെ വലതു ഭാഗത്ത് പ്രിസൈഡിങ് ഓഫീസർ ഒപ്പുവെച്ച് അവിടെ പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പർ എഴുതി തൊട്ട് ഇടത് ഭാഗത്ത് പ്ലേസ്, ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടിയത് അതാണ് അവിടെ പ്ലേസ് എഴുതേണ്ടത്. തൊട്ട് താഴെ ഡേറ്റ്, അന്നത്തെ ഡേറ്റ്, ഏത് ദിവസമാണോ നമുക്ക് പോളിംഗ് നടക്കുന്നത് ആ പോളിംഗ് ഡേറ്റും അവിടെ കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർ ഡയറി കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും ഫോം നമ്മുടെ പ്രിസൈഡിങ് ഓഫീസർമാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്, ഫോമാണ് ഫോം N13. ഫോം N13 എന്ന് പറഞ്ഞാൽ പ്രിസൈഡിങ് ഓഫീസർ ഡയറിയാണ്. ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ഒപ്പുവെക്കേണ്ട സ്ഥലത്ത് ഒപ്പുവെച്ച് കവറിലിട്ട് അത് പാക്കറ്റ് നമ്പർ 5 ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.